പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഇതൊന്നും നമുക്ക് കിട്ടൂല. നങ്ങേമ പറഞ്ഞു നിർത്തി. പാറുക്കുട്ടി ദീപം തെളിച്ച് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ദീപം, ദീപം, ദീപം. അവൾ മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. പുറത്ത് ഇരുളണയാൻ തുടങ്ങിയിരുന്നു. അടുത്തൊരു മരക്കൊമ്പിൽ ഒരു കൂമൻ ഇരുന്ന് മൂളുന്നുണ്ടായിരുന്നു. പരമൻ പാറുവിനെ സഹായിക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. തൻ്റെ കൃഷിയിടങ്ങളിലെ ജോലി ചെയ്ത് വീട്ടുചെലവ് നടത്തുന്ന ചെറുപ്പക്കാരനാണ് പരമൻ. 2-3 ഏക്കറിലെ കൃഷി കൊണ്ട് ചെലവ് പോലും നികത്താൻ കഴിയാറില്ല. എങ്കിലും കിട്ടുന്ന വരുമാനത്തിൽ അവൻ സംതൃപ്തനാണ്. തൻ്റെ മാതാപിതാക്കളെയും തന്നിൽ വിശ്വസിച്ച് തനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച സ്വപത്നിയെയും മക്കളെയും അയാൾ ജീവനുതുല്യം സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ ഉടപ്പിറന്നവളായ അമ്മുവിനെ വിവാഹം ചെയ്തയച്ചിട്ട് 10 വർഷത്തോളമായി. അവൾക്കുമുണ്ട് 3 കുട്ടികൾ. അളിയനായ വാസുദേവൻ അല്പം അരസികനാണെങ്കിലും തൻ്റെ അമ്മുക്കുട്ടിക്ക് ഒരു ഹീനവും തട്ടാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് പരമൻ തലയിടാറില്ല. എങ്കിലും പല പരാതികളിലും അമ്മുവിനു വേണ്ടി അയാൾ വാസുദേവനോട് തട്ടിക്കയറാറുണ്ട്. തൻ്റെ പാറുക്കുട്ടിയെ എല്ലാവരുടെയും ഇഷ്ടപ്പടി തന്നെയായിരുന്നു വേളി ചെയ്തത്. മാധവമാമയുടെ വേളിയുടെ നിര്യാണം ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയത് ചില്ലറയൊന്നുമല്ല. എന്തായാലും കുട്ടികളില്ലാത്തതുകൊണ്ട് അടുത്ത സ്വന്തക്കാരെല്ലാം ഉള്ളാലെ സന്തോഷിച്ചു. സ്വത്തൊന്നും ആ ഭാഗത്തേക്ക് പോയില്ലല്ലോ എന്ന ആശ്വാസം. നങ്ങയായിരുന്നു ഉടപ്പിറന്നവനുള്ള ഭക്ഷണം കൊണ്ട് 3 നേരവും പോകാറ്. അന്ന് നങ്ങ ഒരു അടവ് പ്രയോഗിച്ചു. പാറുക്കുട്ടിയെ, ഇന്നെന്തോ നിക്ക് തീരെ ആവതില്ല. നീ ആ ഉച്ചയൂണ് കൊണ്ടുപോയി മാധവന് കൊടുക്കുക. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആ ഭക്ഷണം പാറു പരമുവിനെ ഏൽപ്പിച്ചു. നങ്ങ അത് പ്രത്യേകം ശ്രദ്ധിച്ചു. തൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ടെന്താ ഇങ്ങനൊരു വങ്കൻ, ഒരു കള്ളത്തരവും കുശുമ്പും ഇല്ലാത്തോൻ, ഒരു തരികിടപ്പണി ഓന് വശല്ല. നങ്ങ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു മുഷിഞ്ഞു. അന്നു വൈകുന്നേരത്തെ ഭക്ഷണവും കൊണ്ടുകൊടുക്കാനുള്ള സമയമായി. പരമേശ്വര, നീയാ ഇപ്പം മാമയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറ്? ഓളെന്തിനാ പിന്നെ? അത്തരം പണികളൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണേ. പരമു ചോദ്യഭാവത്തിൽ അമ്മ നങ്ങയെ നോക്കി. രാത്രി കാലത്ത് അവളെ താനെങ്ങനെ മാമയുടെ അകത്തളത്തിലേക്ക് അയക്കുക? ഈ അമ്മയ്ക്ക് നൊസ് പിടിച്ചോ? അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങി. അല്ലെങ്കിലിപ്പോ അമ്മ ചെയ്യണ ഈ ജോലി എന്തിനാ ഇപ്പൊ പാറുവിൻ്റെ തലയിലേക്ക് ആക്കണത്? പരമു ഈ പരാതി പറഞ്ഞ് നങ്ങയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മ, നിങ്ങൾ എന്തു കരുതിയിട്ടാ അങ്ങനെ ഓരോന്ന് പിച്ചും പേയും പറയണത്? എൻ്റെ കുട്ടികളുടെ അമ്മനെയല്ല പാറുക്കുട്ടി, എൻ്റെ ജീവൻ്റെ പാതി. ഓൾക്ക് അലോഗ്യമുള്ള ഒരു കാര്യം അമ്മേൻ്റെ അടുത്തൊന്നും ഉണ്ടാവരുത്. അല്ലെങ്കിൽ ഇപ്പം മാമേൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു ബാല്യക്കാരനെ വെച്ചൂടെ? അയാൾ ചോദ്യരൂപേണ നങ്ങയെ നോക്കി. എടാ വിഡ്ഢിക്കുഷ്മാണ്ഡം, നീ ഇത്ര പമ്പര വിഡ്ഢിയായല്ലോ. ഓനിപ്പോൾ വിവാഹം ചെയ്യാനുള്ള വാശിപ്പുറത്താ. അങ്ങനൊന്നും ഉണ്ടായാൽ നിനക്ക് അമ്മ ഇല്ലാന്നങ്ങോട്ട് കരുതിക്കോളാം. അപ്പോൾ എന്താ അമ്മ ഉദ്ദേശിക്കണേ? നീ വേലക്കാരിനെ വെക്കാൻ പറഞ്ഞൂലോ, അതിപ്പോൾ നമ്മളായാൽ മതിയല്ലോ. എന്നും പാറുക്കുട്ടി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തോട്ടെ, ഓൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. പുറത്തുനിന്ന് പിന്നൊരു പെണ്ണിൻ്റെ ആവശ്യം ഓന് തോന്നൂല. അങ്ങനെ കല്യാണക്കാരും ഓൻ മറന്നോളും. പരമൻ ഞെട്ടി. തൻ്റെ പാറുവിനെ പങ്കുവെക്കേ? ഓളോട് താൻ എങ്ങനെ ഇത് പറയും? പരമു വിളറി വിയർത്തു. അയാൾക്ക് തൻ്റെ ബോധം മറയും എന്ന് തോന്നി. മുൻപിൽ ഇരുളണഞ്ഞ പ്രതീതി. വെള്ളപ്പൊക്കത്തിൽ താൻ ഒറ്റയ്ക്ക് കൈകാലിട്ടടിച്ച് മുങ്ങിത്താഴുന്നു.